എല്ലാം ശുഭകരമായി തീരുമെന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടിയാണ് മനുഷ്യന്റെ ജീവിതം മുൻപോട്ട് നീക്കുന്നത്. മനുഷ്യ ജീവിതത്തിന് യാതൊരുവിധ ഗ്യാരണ്ടിയുമില്ലാത്ത, ഉറപ്പില്ലാത്ത ഒരു പ്രത്യേകമായ ജീവിത സാഹചര്യമാണ് മനുഷ്യനെ സംബന്ധിച്ചുള്ളത്. ഇത്ര വർഷം ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കും എന്ന് ആർക്കും ഉറപ്പിച്ചു പറയുവാൻ കഴിയാത്ത ഒരു കാലഘട്ടം. ലോകത്തിൽ എല്ലാം തികഞ്ഞവരാണ്, ഞങ്ങളെ കൊണ്ട് എല്ലാം സാധിക്കും, ഞങ്ങളുടെ പണം കൊണ്ട്, ഞങ്ങളുടെ അധികാരം കൊണ്ട്, ഞങ്ങളുടെ കഴിവുകൾ കൊണ്ട്, ഞങ്ങളുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കൊണ്ട് എല്ലാം സാധിക്കുമെന്ന് അഹങ്കരിച്ചിരുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളും പണവും അധികാരങ്ങളും മാനുഷിക കഴിവുകളും ഒക്കെ നിഷ്പ്രയോജനമാണ്, നിഷ്ഫലമാണെന്ന് മനുഷ്യനെ തെളിയിച്ച ഒരു മഹാമാരി ഈ ലോകം മുഴുവനും കാർന്നു തിന്ന് അനേകർ മരണത്തിന് ഇരയായിത്തീർന്ന അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. വീടിന് പുറത്തേക്ക് പോലും ഇറങ്ങാൻ കഴിയാതെ സ്വന്തം കുടുംബത്തിലുള്ളവർ മരിച്ചാൽ മാന്യമായൊരു ശവസംസ്കാരം പോലും നൽകാൻ കഴിയാതെ ബന്ധുമിത്രാദികളെ കൂട്ടിവരുത്തി ഒരു നല്ല വിവാഹം നടത്താൻ കഴിയാത്ത, മറ്റു സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത അനുഭവത്തിൽ മനുഷ്യരെല്ലാം ഭവനത്തിന്റെ ഉള്ളിൽ മുഖംമൂടികൾ വെച്ച് ജീവിക്കേണ്ട ഒരു സാഹചര്യം നമ്മൾ എല്ലാവരും കടന്നുപോയതാണ്. അത് അവസാനിച്ചു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ഇനിയും ഇതിനേക്കാൾ ഭീകരമായ വിപത്തുകൾ, മഹാമാരികൾ, പകർച്ചവ്യാധികൾ വരാനിരിക്കുന്നുവെന്ന് ശാസ്ത്രലോകം നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ശാസ്ത്രം അത് മുന്നറിയിപ്പ് തരുന്നതിനും അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ തിരുവെഴുത്ത് അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് തന്നിരുന്നു. യുദ്ധങ്ങളും യുദ്ധസ്തുതികളും മഹാമാരികളും ദാരിദ്ര്യവും ഭൂകമ്പവും ആകാശത്തിൽ മഹാലക്ഷ്യങ്ങളും സമുദ്രത്തില് വലിയ മാറ്റങ്ങളും സൂര്യനിലും ചന്ദ്രനിലും വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് വിശുദ്ധ ബൈബിൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവചിച്ചതാണ്. അതെല്ലാം ഇന്ന് നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. വചനം വ്യക്തമായി വിളിച്ചു പറയുന്നു, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിഞ്ഞുകൊള്ളുക. മനുഷ്യർ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും ധാർഷ്ട്യക്കാരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും വാത്സല്യമില്ലാത്തവരും കനിവറ്റവരും ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായി തീരും. അങ്ങനെ ഒരു തലമുറ ഉണ്ടാകുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞു. അതെല്ലാം ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നാട് ഒട്ടുക്ക് ഭക്തന്മാർ ഒരുപാടുണ്ട്. എന്നാൽ തങ്ങൾ പറയുന്ന ആ ഭക്തിയുടെ അനുഭവം ജീവിതത്തിൽ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നു. നാം എവിടേക്ക് നോക്കിയാലും ആരാധനാലയങ്ങളും ആധ്യാത്മിക കേന്ദ്രങ്ങളും അങ്ങനെ മനുഷ്യനെ ആത്മീക ഉന്നതിയിലേക്ക് നയിക്കുവാനുള്ള ഒരുപാട് മാനുഷിക സമ്പ്രദായങ്ങൾ നമ്മുടെ നാടൊട്ടുക്കുണ്ട്, ലോകം മുഴുവനുണ്ട്. എന്നാൽ അതിനനുസരണമായി മനുഷ്യൻ തകർച്ചയിലേക്ക്, പരാജയത്തിലേക്ക്, മൂല്യച്യുതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? നമുക്ക് നല്ല വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളുണ്ട്. ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ ചിന്തിച്ചിരുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്തത് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമാണ്. നല്ല വിദ്യാഭ്യാസം ഇന്ന് ലഭ്യമാണ്. എന്നാൽ മുൻകാലങ്ങൾ പോലും ഇല്ലാത്ത നിലയിൽ ഇന്ന് വിദ്യാലയങ്ങളിൽ പോലും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം വളരെ വർദ്ധിച്ചു. ഉന്നത വിദ്യാഭ്യാസം നേടിയവരുടെ ജീവിതങ്ങൾ പോലും തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. കേവലം വിദ്യാഭ്യാസം കൊണ്ട് മനുഷ്യന്റെ ജീവിതം എല്ലാം തികഞ്ഞതായി തീരുന്നില്ല. ജോലിയില്ലാത്തത് കൊണ്ട് വലിയ പ്രശ്നമാണ്. ജോലിയില്ലായ്മയാണ്, തൊഴിലില്ലായ്മയാണ് വലിയ പ്രശ്നമെന്ന് ചിന്തിക്കുമ്പോൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിലുള്ള ജോലികൾ, തൊഴിലുകൾ ഇന്ന് ലോകത്തിൽ ലഭ്യമാണ്. തൊഴിലവസരങ്ങൾ വർദ്ധിച്ചത് കൊണ്ട് മനുഷ്യന്റെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. പണമില്ലാത്തത് കൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളെന്ന് ചിന്തിക്കുന്ന കാലഘട്ടം മാറി. ഇന്നെല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ധനാഗമന മാർഗങ്ങളിൽ കൂടെ തങ്ങൾക്ക് ആവശ്യമായ ധനം സമ്പാദിക്കുന്നു. ധനമുണ്ട്, എന്നാൽ അതുകൊണ്ട് ലോകത്തിന്റെ പ്രശ്നം അവസാനിച്ചില്ല.
സംഘടനയില്ലാതെ ചിന്നിച്ചിതറി കിടക്കുന്നത് കൊണ്ടാണോ പ്രശ്നങ്ങൾ? ഒരിക്കലുമല്ല. കാരണം ഇന്ന് സംഘടനകളുണ്ട്. സംഘടിച്ച് ശക്തരായി തീർന്ന ജനസമൂഹങ്ങളാണ് ലോകരാജ്യങ്ങളിലുള്ളത്. അതുകൊണ്ട് മനുഷ്യന്റെ പ്രശ്നങ്ങൾ അവസാനിച്ചില്ല. അപ്പോൾ മാനുഷികമായി മനുഷ്യൻ ചിന്തിച്ച പ്രശ്നങ്ങളും പ്രശ്ന പരിഹാരങ്ങളും ഒക്കെ നേടിയിട്ടും മനുഷ്യൻ ഇന്നും തകർച്ചയിലേക്ക്, പരാജയത്തിലേക്ക്, ജീവിതത്തിന്റെ മൂല്യങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ന് വലിയ പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മദ്യവും മയക്കുമരുന്നും മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. വിദ്യാലയങ്ങൾ, വിദ്യാർത്ഥികൾ, കലാലയങ്ങൾ എല്ലാം ഇന്ന് വലിയ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയാത്ത നിലയില് സാമൂഹിക അന്തരീക്ഷം വളരെ വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടം. ഗുരുനാഥന്മാർക്കോ ആചാര്യന്മാർക്കോ ഈ തലമുറയെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു വല്ലാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാടെന്നൊരു കാലത്ത് അഭിമാനിച്ചിരുന്ന നമ്മുടെ നാട് പോലും ഇപ്പോൾ കുടുംബ തകർച്ചകൾ, വിവാഹമോചനങ്ങൾ, ലഹരിയുടെ ഉപയോഗം എല്ലാം ഏറ്റവും വർദ്ധിച്ചിരിക്കുന്നു. വളരെ ഭയാനകമായ ഒരു അവസ്ഥയാണ് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു പരിഹാരം കാണുവാൻ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ തങ്ങളാലാവും വിധം പല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് പ്രശംസനാർഹമാണ്. അപ്പോൾ തന്നെ മനുഷ്യന്റെ ജീവിതം വലിയ പ്രതിസന്ധികൾ കൂടെ കടന്നു പോകുകയാണ്. എന്താണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം അടിസ്ഥാന കാരണം? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നാം അതിനെ പരിശോധിച്ചാൽ വിശുദ്ധ ബൈബിൾ വ്യക്തമായി വിളിച്ചു പറയുന്നു, എല്ലാ മനുഷ്യരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. മനുഷ്യന്റെ സകല പ്രശ്നങ്ങളുടെയും ഏറ്റവും അടിസ്ഥാനപരമായ ആത്യന്തികമായ കാരണമെന്ന് പറയുന്നത് മനുഷ്യനിൽ കുടികൊള്ളുന്ന പാപമാണ്, പാപ സ്വഭാവമാണ്. മനുഷ്യനെ അടിമയാക്കി വെച്ചിരിക്കുന്ന പിശാചിന്റെ സാത്താന്റെ അടിമത്തത്തിലായിരിക്കുന്ന മനുഷ്യന്റെ ജീവിത അനുഭവങ്ങളാണ്. അപ്പോൾ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്ന പാപത്തിന്റെ, ശാപത്തിന്റെ, സാത്താന്യ ബന്ധനത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യനൊരു മോചനം ആവശ്യമാണ്. ദൈവത്തോട് ചേർന്ന് ആത്മീക അനുഭവത്തിൽ ജീവിച്ചുകൊണ്ട് മനുഷ്യൻ മുന്നോട്ട് പോകുവാൻ പല പ്രയത്നങ്ങൾ കഴിച്ചു. മനുഷ്യനെ ആ പണ്ടുണ്ടായിരുന്ന സാമൂഹ്യ തിന്മകളിൽ നിന്ന് മോചിപ്പിക്കുവാൻ ഒരുപാട് സാമൂഹ്യ പരിഷ്കർത്താക്കൾ നമ്മുടെ ദേശത്തുണ്ടായി. മഹാത്മാഗാന്ധിയും മഹാത്മാ അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും അതുപോലെ മഹാന്മാരായ ഒരുപാട് ആളുകൾ ഈ ദേശത്ത്, നമ്മുടെ രാജ്യത്ത് മനുഷ്യനെ കരം പിടിച്ചുയർത്തുവാൻ, സാമൂഹ്യ ഉന്നതിയിലേക്ക് നടത്തുവാൻ ഈ രാജ്യത്തുണ്ടായി. എന്നാൽ മനുഷ്യന്റെ ജീവിതം ഇന്നും തകർച്ചയിൽ കിടക്കുകയാണ്, പരാജയത്തിൽ കിടക്കുകയാണ്, നിരാശയിലാണ്. പണം കൊണ്ടോ സമ്പത്ത് കൊണ്ട്, സൗന്ദര്യം കൊണ്ട്, കഴിവ് കൊണ്ട്, സ്വാധീനം കൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിന് ആഗ്രഹിച്ച സന്തോഷത്തെ നേടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും മനുഷ്യൻ നെട്ടോട്ടമോടുകയാണ്. അപ്പോൾ മനുഷ്യന്റെ ഈ പ്രശ്നങ്ങളുടെയൊക്കെ അടിസ്ഥാന കാരണമായിരിക്കുന്ന പാപത്തിന്റെ പരിഹാരം തേടിയാണ് മനുഷ്യൻ ഇന്ന് നാട് മുഴുവനും ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി പണം മുടക്കുന്നു, അതിനുവേണ്ടി പല പല കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ അതിനൊരു പരിഹാരം കാണുവാൻ മനുഷ്യന് സാധിക്കുന്നില്ല. അപ്പോൾ മരണം വരെയും പണം മുടക്കി പലവിധ കാര്യങ്ങൾ ചെയ്ത് ഓടുന്ന മനുഷ്യൻ വീണ്ടും മരണശേഷവും കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മനുഷ്യനെ ഒരു മോക്ഷപ്രാപ്തിയിലേക്ക് നയിക്കുവാൻ പരിശ്രമിക്കുകയാണ്. നാം ചിന്തിക്കണം, അപ്പോൾ മരണം വരെ നാം ചെയ്ത കർമ്മങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനമുണ്ട്? അതിനുവേണ്ടി മുടക്കിയ പണം കൊണ്ട് എന്ത് പ്രയോജനമുണ്ട്? അതിനുവേണ്ടി നാം സഹിച്ച പലവിധമായ ശാരീരിക കഷ്ടപ്പാടുകൾ കൊണ്ട് എന്ത് നമുക്ക് നേട്ടമുണ്ടായി? വീണ്ടും നമ്മൾ ഇതിനു വേണ്ടി പണം മുടക്കി പല കർമ്മങ്ങളുടെ പുറകെ ഓടുമ്പോൾ ഒന്ന് ചിന്തിക്കുക, ഇതിൽ നിന്ന് എങ്ങനെ എനിക്ക് മോചനം നേടുവാൻ സാധിക്കും? ആത്യന്തികമായി എന്റെ പാപത്തിന്റെ പരിഹാരം എങ്ങനെ സാധ്യമാണ്? ഇന്നായിരിക്കുന്ന ശാപത്തിന്റെ, പിശാചിന്റെ ബന്ധനത്തിൽ നിന്ന്, ഈ തകർച്ചയിൽ നിന്ന് എനിക്ക് എങ്ങനെ വിടുതൽ ലഭിക്കുവാനായി സാധിക്കും, മോചനം ലഭിക്കുവാൻ സാധിക്കും? അതാണ് ഓരോ മനുഷ്യന്റെ ഹൃദയത്തിൽ ആത്യന്തികമായി നിലനിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. അതിന്റെ പരിഹാരം മനുഷ്യന് സാധ്യമല്ലാത്തത് കൊണ്ട് സർവശക്തനായ ദൈവം മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി, മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി, നിത്യമായ മോചനത്തിന് വേണ്ടി, പിശാചിന്റെ പിടിയിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കേണ്ടതിന് വേണ്ടി ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചതാണ് ഞങ്ങൾ ഇന്ന് പകൽ ഇവിടെ വിളിച്ചു പറയുന്നത്. സകല മാനവ ജനതയുടെയും പാപത്തിന്റെ പരിഹാരത്തിന് രക്തം ചീന്തിയിട്ടല്ലാതെ പാപത്തിന് മോചനമില്ല എന്നുള്ള തിരുവെഴുത്തനുസരിച്ച് മനുഷ്യവർഗത്തിന് വേണ്ടി പാപപരിഹാരം വരുത്തുവാൻ, രക്തം ചീന്തുവാൻ, ബലിയാകുവാൻ, പാപത്തിൽ ജനിച്ച് പാപത്തിൽ
ജീവിക്കുന്ന മനുഷ്യന് സാധ്യമല്ലാത്തത് കൊണ്ട്, മൃഗങ്ങളുടെ രക്തം കൊണ്ട് സാധ്യമല്ലാത്തത് കൊണ്ട്, അതിന് പാപരഹിതനായ നീതിമാനായ പരിശുദ്ധനായ ഒരുവന്റെ രക്തം ആവശ്യമായിരുന്നു. അങ്ങനെ ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ഇല്ലാത്തത് കൊണ്ട് ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്നു. അങ്ങനെ മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, മോചനത്തിന് വേണ്ടി മനുഷ്യനായി കടന്നു വന്ന ക്രിസ്തു യേശുവിനെയാണ് ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയുന്നത്, ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അങ്ങനെ യേശു ക്രിസ്തു പാപമില്ലാത്തവനായി ലോകം ജനതയുടെ മുഴുവനും പാപത്തിന്റെ പരിഹാരം വരുത്തേണ്ടതിന് അവിടുന്ന് കാൽവറി ക്രൂശിൽ പരമയാഗമായി തീർന്നു. അവിടുന്ന് സകല മനുഷ്യന്റെയും വീണ്ടെടുപ്പിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി, നിത്യജീവന് വേണ്ടി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു. മൂന്നാം നാൾ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് ഇന്നും ജീവിക്കുന്നു. അവിടുന്ന് വീണ്ടും മടങ്ങി വരുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. യേശു ഭൂമിയിൽ ലോകരക്ഷകനായി കടന്നു വരുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞ സകല പ്രവചനങ്ങളും നിറവേറ്റിക്കൊണ്ട് യേശു ക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു. മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ചെയ്യേണ്ടതെല്ലാം അവിടുന്ന് ചെയ്തു തീർത്തു. ഇനിയും പാപമോചനത്തിന്, രക്ഷയ്ക്ക്, മോക്ഷത്തിന് ഒരു കർമ്മവും ശേഷിച്ചിരിപ്പില്ല. കാരണം മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ചെയ്യേണ്ടതെല്ലാം യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു, പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനിയും നാം ചെയ്യേണ്ടതൊന്നും മാത്രമാണ് ഈ പാപപരിഹാര യാഗത്തിൽ വിശ്വസിക്കുക. യേശു ക്രിസ്തു എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റുവെന്ന് വിശ്വസിച്ചുകൊണ്ട്, യേശുവേ നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ, എന്നെ അങ്ങയുടെ മകനാക്കി, മകളാക്കി മാറ്റണമേ, എന്റെ ജീവിതത്തെ നിനക്കായി ഞാൻ സമർപ്പിക്കുന്നുവെന്ന് വിശ്വാസത്തോട് ആര് ആയിരിക്കുന്നിടത്ത് ഹൃദയം കൊണ്ട് പറയുമോ അവരുടെ ഉള്ളിലേക്ക് യേശു ക്രിസ്തു കടന്നു വരും. നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരം അവിടുന്ന് വരുത്തിയിരിക്കുന്നു. അത് നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിപ്പാനിടയായി തീരും. പാപക്ഷമ നേടുവാനിടയായി തീരും. നിത്യജീവൻ നിങ്ങൾക്ക് പ്രാപിപ്പാനിടയായി തീരും. വചനം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു. അതേ പ്രിയമുള്ളവരെ, ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് അവനെ ജീവിതത്തിൽ കൈക്കൊള്ളുന്ന ഏതൊരു വ്യക്തിക്കും ദൈവ പൈതലാകുവാൻ അവിടുന്ന് അധികാരം കൊടുത്തിരിക്കുക. അത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെതല്ല, ഏതെങ്കിലും ഒരു ജാതിയുടേതല്ല, ഒരു പ്രത്യേക വർഗത്തിനുള്ളതല്ല, പിന്നെയോ സകല മനുഷ്യർക്കും ദൈവം വെച്ചിരിക്കുന്ന രക്ഷാമാർഗമാണ്. ആകയാൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നത്, വ്യക്തിപരമായി ഓരോരുത്തരുടെ ജീവിതത്തിലും ഈ രക്ഷകനെ കണ്ടുമുട്ടുവാൻ, പാപക്ഷമ നേടുവാൻ, നിത്യജീവന്റെ ആ ഉറപ്പ് പ്രാപിക്കുവാൻ, മരണാനന്തരമുള്ള നിത്യജീവിതത്തില് സ്വർഗീയ സന്തോഷത്തിലായിത്തീരുവാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു നല്ല തീരുമാനമെടുക്കുവാൻ നിങ്ങൾക്കിടയായി തീരട്ടെ. അതേ പ്രിയമുള്ളവരെ, പാപത്തിന്റെ പരിഹാരം യേശു ക്രിസ്തുവിൽ മാത്രമാണ്. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്ന് തിരുവചനം പറയുന്നു. മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി ദൈവം തന്റെ പുത്രനെ പരസ്യമായി ക്രൂശിൽ മരിക്കുവാൻ, യാഗമാകുവാൻ അവിടെ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയമുള്ളവരോട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ, മരണമെന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്. മരണത്തെ മാറ്റിവെക്കുവാൻ, മരണത്തെ ഇല്ലാതാക്കുവാൻ, മരണത്തെ ശാശ്വതമായി പരിഹരിക്കുവാൻ ലോകത്തിലെ ഒരു കണ്ടുപിടുത്തങ്ങൾക്കും സാധ്യമല്ല. കാരണം മരണം നിശ്ചയമാണ്. അതുപോലെ തന്നെ നിശ്ചയമാണ് യേശു ക്രിസ്തു മടങ്ങി വരുമെന്നുള്ളത്. ആകയാൽ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിന് മുൻപായി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അവസരം നഷ്ടമാക്കി കളയാതെ യേശുവിനെ രക്ഷകനായി കർത്താവായി സ്വീകരിക്കുവാൻ, യേശുവിന്റെ ഉള്ളിലേക്ക് വരണമേ, എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ, എന്നെ അങ്ങേക്കായി സമർപ്പിക്കുന്നു എന്ന് പറയുവാൻ എത്ര പേർക്ക് സാധിക്കും? യേശു ക്രിസ്തുവിന്റെ മാർഗം അത് മതത്തിന്റെ മാർഗമല്ല. യേശു മതത്തിന്റെ ദൈവമല്ല, മതം സ്ഥാപിക്കാൻ വന്നവനല്ല, ഒരു മതസ്ഥാപകനല്ല, ഒരു മതത്തിന്റെ ഗ്രന്ഥം എഴുതിയവനല്ല, മതത്തിലേക്ക് ആളെ ചേർക്കുന്ന പരിപാടിയുമല്ലിത്. പിന്നെയോ നമ്മുടെ ഹൃദയത്തിന് രൂപാന്തരം ഉണ്ടാകണം, മനസ്സിന് മാറ്റം ഉണ്ടാകണം. ഇത് ഹൃദയത്തിൽ സംഭവിക്കേണ്ട വസ്തുതയാണ്. ഇത് നമ്മുടെ വേഷം മാറിയത് കൊണ്ടോ, പേര് മാറിയത് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ മതം മാറിയത് കൊണ്ടുണ്ടാകുന്ന കാര്യമില്ല. ഇത് മതം മാറുവാൻ പാടില്ല എന്നാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. കാരണം മതം ഒരു മനുഷ്യനെയും രക്ഷിക്കയില്ല. പിന്നെയോ യേശു ക്രിസ്തുവാണ് ലോകത്തിന്റെ രക്ഷകൻ. ആകയാൽ ഇന്ന് പകൽ ഞങ്ങൾ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന നല്ല അവസരം നഷ്ടമാക്കാതെ ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ നിങ്ങൾക്ക് തീരുമാനമെടുക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് സ്വയം ആ തീരുമാനമെടുത്ത് നിത്യജീവൻ കരസ്ഥമാക്കുവാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ആ ദൈവിക സന്തോഷവും സമാധാനവും അനുഭവിച്ച് മരണത്തിനപ്പുറമുള്ള നിത്യതയിൽ കർത്താവിനോട് ഒരുമിച്ച് വാസം ചെയ്യുവാൻ നിങ്ങൾക്ക് ഏവർക്കും സർവകൃപാലുവായ ദൈവം കൃപ നൽകട്ടെ. ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ നിങ്ങൾ